ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം കൂടിക്കോളൂ, നമുക്കത് ട്രൈ ചെയ്യാം. നമുക്ക് തുടങ്ങാം. ഞാൻ അതിലേക്ക് ആവശ്യമായിട്ട് 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളറ്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അത് പാനിൽ ചൂടാക്കി ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് റെഡിയാക്കാൻ പോകാം. അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയിൽ നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ അത് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് വാടട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം ഉപ്പ്. അതുപോലെ നമുക്ക് ഓപ്ഷണൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് അത്. നമ്മുടെ നാട്ടിലത് അവൈലബിൾ അല്ല. നമുക്ക് ഒരു സൂപ്പ് പൗഡർ ഉണ്ട്, അത് ഞാൻ 1 ടീസ്പൂണോളം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണൽ ആണ്. പിന്നെ നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം 1.5 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നന്നായി വെന്ത് കുഴഞ്ഞു വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സാക്കി വേവിക്കാൻ വയ്ക്കാം. മൂടി വച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ മുട്ടക്കറി നന്നായിട്ട് വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ 5 മുട്ടയും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോ ഇളക്കി കൊടുക്കണ്ട. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് നമുക്കിത് മൂടി വെക്കാം. അതിനുശേഷം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ സ്പൈസ് ഞാനിപ്പോ വളരെ കുറച്ചാണ് ചേർക്കുന്നത്. ആവശ്യമുള്ളവർക്ക് നല്ല രീതിയിൽ സ്പൈസ് ചേർത്ത് ഇത് ഉപയോഗിക്കാം. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്രേവി ഇതിന്റെ മീതെ ഒഴിച്ചു കൊടുക്കാം. ഇത് മറച്ചിടാനൊന്നും ആവശ്യമില്ല. 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം.
അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.